നമ്മുടെ ഹൈ റേഞ്ചിലെ വഴികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ട്രക്കിങ്ങിന് പോകുന്ന പോലെ പോകേണ്ടി വരും. ഓരോ വീടുകളിലൊക്കെ ചെറിയ വഴികളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തട്ടാതെ മുട്ടാതെ തിട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ താണ്ടി നമ്മൾ പോകേണ്ടി വരും. ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു കയറ്റം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കയറ്റം കൂടി കയറി ചെന്ന് രക്ഷപ്പെട്ടു. നമ്മൾ വീട്ടിലെത്തി. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതൊക്കെ എന്തോരം കിടക്കുന്നു. നമ്മള് പേരപ്പന്റെ വീട്ടിലെത്തി കേട്ടോ. മമ്മിയുടെ ചേച്ചിയുടെ വീടാണേ. ഓണമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കയറണ്ടേ, എല്ലാ പ്രാവശ്യം വരുമ്പോ കയറുന്നാണേ. അപ്പൊ നമുക്ക് ഇവിടെ കയറിയിട്ട് പോവാം. അതാരും കാണിക്കണേ. ഇത് യൂട്യൂബ്. അയ്യോ മമ്മിയുടെ ചേച്ചി. അപ്പൊ ഇതാണ് വീട് ട്ടാ. യൂട്യൂബിലിടാനായിട്ട് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെയാ കിടന്ന് കറങ്ങണേ ആന്റി. തലയൊക്കെ ചീട്ടാണ്. ഞാൻ വീട്ടിൽ തലയോലും ചീവാണ്ടേ ഇരിക്കണതാണ്. തല ചീവാത്ത ആന്റിയുടെ ഫോട്ടോ എടുത്തത്. പണിയൊക്കെ കഴിഞ്ഞാ അപ്പൊ നമ്പർ പപ്പായ, കൊക്കോക്ക. നോക്കൂ, ഒരു ചെറിയ തോടാ. പണ്ട് ഇവിടെ അലക്കാനും കുളിക്കാനൊക്കെ വന്നോണ്ടിരുന്ന നേരത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത്. അവിടെ ഒരു പാറ ഉണ്ട്, അതാ കിണറ്. പള്ളി അവിടെ ഇട്ടിട്ട് പണ്ട് മഹേഷിന്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ചപ്പാത്താണിത്. ഒരു പശു ഒക്കെ നിൽക്കുന്നുണ്ട്. പശു പണ്ട് പ്രളയം ഉണ്ടായി ഇങ്ങനെ വന്നപ്പോ നല്ല കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശം. ഞങ്ങൾ ഇറങ്ങുന്നില്ല. നിന്നോട് പറഞ്ഞിട്ട് മമ്മി പോയോടി? മമ്മി പോയോ? ആ ഞങ്ങള് പറയാൻ വന്നതാ പോവാന്ന്. അപ്പൊ ടാറ്റ. വാവ് ഗായ്സ്, ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ ഗായ്സ്? ഈ വഴി മമ്മിക്ക് ഇറങ്ങണോ മമ്മി വെള്ളച്ചാട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ? ഇറങ്ങാനുണ്ടോ? ഈ വഴിക്ക് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കാണാനും ആസ്വദിക്കാനും. ഇറങ്ങി നിൽക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് നമ്മൾ പോവാം. ഇതെവിടെ വണ്ടി കഴുകുന്ന ചേട്ടന്മാരാണ്. വെള്ളം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വണ്ടി കഴുകാം. ഗായ്സ്, ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ ഗായ്സ്? നമ്മുടെ കരിയമ്പാട് ചേർച്ചോട് തൊട്ടുള്ള വെള്ളച്ചാട്ടം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളച്ചാട്ടം
നമുക്ക് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാം. നല്ല സീനറിയാണ് അല്ലാല്ല. എന്നും പരാതിയാണ്. ഇത് ഒരാളുടെ വീടാണ് കേട്ടാ. നമ്മുടെ മമ്മിയുടെ കൂട്ടുകാരിയുടെ വീടാണ് കേട്ടാ. ഒന്ന് ഞാൻ പണ്ട് ഒത്തിരി കൂട്ടുകിടക്കാൻ പോയിട്ടുള്ളതാ. നമ്മുടെ വീട്ടിലും വന്ന് കിടന്നിട്ടുള്ളതാ. അപ്പൊ ഒന്ന് കേറിയിട്ട് ഇതാണ് കേട്ടോ വന്നാള്. അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നില്ല. പായസം കൊണ്ടു കൊടുത്തു. അമ്മയ്ക്ക് പെട്ടി നിറച്ച് സാരി. ഓരോരുത്തർ പോകുന്നില്ല. അമ്മയെ കയറാൻ പറ്റില്ല. ഒരു വഴിക്ക് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ ശരി കേട്ടാ, ഇറങ്ങട്ടെ. നമ്മള് നമ്മുടെ ഇടുക്കിയിലെ മൈ ഹോം ടൗണിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. തള്ളക്കാനത്ത് വേറെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് നടന്നു പോണം കേട്ടോ നമ്മുടെ വീട്ടിലോട്ട്. ഇപ്പൊ ദേ നമ്മള് നമ്മുടെ വീട്ടിലോട്ട് നടക്കാണ് കേട്ടോ. ഇത് പുന്നാറിന് പോണ വഴിയാണ് കേട്ടോ. തള്ളക്കാനത്തുനിന്ന് പുന്നാറ്. ഇതാണ് ആനപ്പാറയിലേക്ക് പോണ വഴി. പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. പാറ കയറി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്കൂളാണ്. ആനപ്പാറ. ഇത് നമ്മുടെ വഴിയാണ് കേട്ടോ. ഇത് വേണ്ട, ഇതൊക്കെ മറിഞ്ഞ് വണ്ടി കയറാൻ പറ്റാത്ത ഭാഗത്തിൽ കിടക്കും. അയ്യോ, ഇതണ്ട റോഡിലൊട്ട കമ്പി മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വണ്ടിയൊന്നും കയറ്റത്തില്ല. ഇവിടെ കണ്ട മൊത്തം വേലി ഇട്ട് വെച്ചേക്കുക. ആകെ 8 അടി വീതിയിലുള്ള വഴിയാണ്. അവിടെ 2 വശത്തും വേലി കാരണം വണ്ടി കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. കണ്ടോനെ കുത്തി, കണ്ടവനെ കുത്തി, അതാണ് കണ്ടോനെ കുത്തി. അത് ആ ഓട്ടോ മുള്ളുകമ്പി ആയതുകൊണ്ട് കയറൂലല്ലോ. പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല ഗൈസ്. ഇതാ പന്നിശല്യം ഉള്ളതുകൊണ്ട് പറമ്പ് കിടക്കണ കണ്ടോ ഗൈസ്. പണ്ട് ഈ പറമ്പ് നിറച്ച് കപ്പ കൃഷികളൊക്കെ ആയിരുന്നു. ചേമ്പ്, ചേന, അങ്ങനെയുള്ള. ഇപ്പം ചേമ്പൊന്നും കണി കാണാനില്ല. ഇപ്പം മനുഷ്യര് തിന്നുന്നൊന്നും വളർത്താൻ പറ്റൂല. അതുകൊണ്ട് മൃഗങ്ങൾ തിന്നുന്നത്, തിന്നുകേലാത്തത് നമ്മൾ വളർത്തും. താഴെ കാണുന്നതൊക്കെ നമ്മുടെ പറമ്പായിരുന്നു കേട്ടോ. അതൊക്കെ വിറ്റതാണ്. ഇപ്പം നമുക്ക് ഇതാ ഇവിടെ മുതലുള്ളൂ. കുറച്ച് റബ്ബറ്, കുറച്ച് കൊക്കോ, കുറച്ച് കാപ്പി, അങ്ങനെ
അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ. പേരക്കുണ്ടല്ലോ, പേരക്ക. ഗായ്സ്, പേരക്ക. അങ്ങനെ നമ്മുടെ വീട്ടിലെത്താറായി ഗായ്സ്. അത് പഴുത്ത പേരക്ക കേട്ടോ, നല്ല മധുരമുണ്ടേ. നാച്ചുറൽ ഫ്രൂട്ട്സ് ഒക്കെ എൻജോയ് ചെയ്യാം. ശ്വാസം മുട്ടുന്നു. ഒരു കുഞ്ഞാട് എന്ന് പറഞ്ഞ പോലെ മേരി കുഞ്ഞാടിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. മേരിയുടെ കുഞ്ഞാടുകളൊക്കെ ഉണ്ടോ? കുഞ്ഞാടിന് 2 ദിവസമായി തീറ്റ കൊടുക്കലിരുന്നല്ലായിരുന്നു. ദാ അവിടെ ഒരു ആടും ഉണ്ടല്ലോ, അവിടെ ഉണ്ടോർണം വെള്ള. മേ ഇങ്ങ് നോക്ക, കുഞ്ഞാടുകൾ പുല്ല് തിന്നുന്നു. എറണാകുളത്തൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ കുമ്പിളൂസ് നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ദാ ഇവിടെ നമ്മുടെ ബംബ്ലൂസ് നാരങ്ങയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പം നേരെ കാണാമായിരുന്നു അക്കരെ മല മുഴുവൻ നല്ല ഭംഗിക്ക്. ഇപ്പം മരങ്ങളൊക്കെ പൊന്തി കഴിഞ്ഞപ്പം നമുക്ക് കാഴ്ചകൾ കുറച്ച് കുറഞ്ഞു. അതൊരു വെള്ളച്ചാട്ടമാണ്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. അക്കരെ മലയിലാണ് പാമ്പളയാറിലോട്ട് വീഴുന്ന ഭാഗം. കേറുന്നില്ലേ? പാർക്കിന് കയറ്റിയില്ലേ അകത്തോട്ട്? എന്താണ്, കയറി കിടന്ന് ഉറങ്ങുന്നോ അതോ പോകുന്നോ? അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ നമ്മുടെ വീട് എത്തി ഗായ്സ്, വീടെത്തി ഗായ്സ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ വെച്ച് പിടിക്കണം വീട്ടിലോട്ട്. ഇതാണ് നമ്മുടെ ഇറക്കം. പകല് കാണുമ്പോൾ വലിയ അധികം ഇതില്ല കേട്ടോ, രാത്രിയിൽ കയറി വരുമ്പോൾ നല്ല ഇതാന്ന് തോന്നുന്നു. ഇറക്കം ഇറങ്ങാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് കയറും. കയറ്റം കയറാനാണല്ലോ ബുദ്ധിമുട്ട്. മടുത്ത് ഇതാണ്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ സ്ഥിരം തട്ടകത്തിൽ എല്ലാ പണികളുമായിട്ട് കാണാം. ബൈ.